ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നിങ്ങളൊരു കാർഡ് യൂണിവേഴ്സിനെ വിചാരിച്ച് ചൂസ് ചെയ്യുക കേട്ടോ. നമുക്ക് എന്താണ് മെസ്സേജ് എന്ന് നോക്കാം. കാർഡ് നമ്പർ 1 and 2 രണ്ട് കാർഡ് വയ്ക്കുന്നുള്ളൂ. 18+. ചില കാർഡ് ന്യൂഡായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കത് പൊത്തി പിടിക്കേണ്ടി വരും. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2. ഓക്കെ, ചില കാർഡിൽ ഡ്രസ്സ് ചെറുതായിട്ട് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് മറച്ച് പിടിച്ചേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ അത് സ്കെച്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അത് കാണിക്കാൻ പറ്റും. തൽക്കാലം ഓക്കെ. ഹൈ പ്രീസ്റ്റസ്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇമോഷൻസിനെ അല്ലെങ്കിൽ ഫീലിങ്സിനെ താഴെ വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. അത് നിങ്ങൾക്ക് നല്ലതുമാണ്. പിന്നെ ഫ്രൂട്ട്ഫുൾ എനർജി, അതായത് നല്ല ഒരു അബണ്ടൻ്റ് എനർജിയിലേക്ക് നിങ്ങൾ പോകും. ഇൻഡ്യൂട്ടീവ് ആയിരിക്കും, സീക്രട്ടീവ് ആയിരിക്കും. നിങ്ങൾ പെട്ടെന്നൊന്നും നിങ്ങളുടെ ഇമോഷൻസിനെ ആൾക്കാർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾ വളരെ സീക്രട്ടീവായിട്ടുള്ള നേച്ചറിലുള്ള ആൾക്കാരായിരിക്കും. ആണെങ്കിൽ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് മൂൺ, വളരെ ഇമോഷണലായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ചിലപ്പോൾ ആ ഇമോഷൻസ് കൂടി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ നല്ലത് മാത്രമല്ല മോശം ആഗ്രഹിക്കുന്ന വ്യക്തികളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. അവരെ നിങ്ങൾ തിരിച്ചറിയുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ നല്ലത് കൂടാണ്ട് മോശം ആഗ്രഹിക്കുന്ന, അതായത് നിങ്ങൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളും നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ മദറുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. അത് എനിക്കറിയില്ല പോസിറ്റീവ് വേയിലാണോ നെഗറ്റീവ് വേയിലാണോ. അതായത് നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പാണോ മദറുമായിട്ട് വെച്ചേക്കണം, നെഗറ്റീവായിട്ടാണോ എന്നറിയില്ല. എന്തായാലും മദറുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇൻറ്റൻസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇമോഷണലാണ്, ഹൈലി ഇമോഷണൽ പീപ്പിളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.